കണ്ണൂർ ജില്ലാ കലോത്സവ വേദികളിൽ ദാഹജലവുമായി പയ്യന്നൂർ സോൾജിയേഴ്സ് ക്ലബ്ബ് പ്രവർത്തകർ. പയ്യന്നൂരിന്റെ ആരോഗ്യരംഗത്ത് പേരും പെരുമയും നേടിയ പയ്യന്നൂർ പ്രിയദർശിനി ഹോസ്പിറ്റലിൽ ഇപ്പോൾ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ അതിയ ചാർജ് എടുത്തിരിക്കുന്നു. ആരോഗ്യരംഗത്തെ ജനകീയ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ. കണ്ണൂർ ജില്ലാ കലോത്സവ വേദികളിൽ കുടിവെള്ളവുമായി പയ്യന്നൂർ സോൾജിയേഴ്സ് ക്ലബ്ബ് പ്രവർത്തകർ. ചുട്ടുപൊള്ളുന്ന വെയിലിൽ കലോത്സവ വേദിയിലെത്തുന്ന മത്സരാർത്ഥികൾക്കും സന്ദർശകർക്കും ദാഹജലം നൽകി മാതൃകയാവുകയാണ് ക്ലബ്ബ് പ്രവർത്തകർ. ടി.എ. മധുസൂദനൻ കുടിവെള്ള സ്റ്റാൾ ഉദ്ഘാടനം ചെയ്തു. കലോത്സവ വേദിയിലെത്തുന്നവർക്ക് ഏറെ ഉത്സാഹത്തോടെ ദാഹജലം നൽകുന്ന ക്ലബ്ബ് അംഗങ്ങളെ പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ കെ.വി. ലളിത അഭിനന്ദിച്ചു. കണ്ണൂർ ജില്ലാ റവന്യൂ കലോത്സവത്തിൻ്റെ ഭാഗമായി ഇവിടെ എത്തിച്ചേരുന്ന ആളുകൾക്ക് കുടിവെള്ളം ലഭ്യമാക്കുന്നതിന് വേണ്ടി പയ്യന്നൂരും പരിസര പ്രദേശത്തിലുമുള്ള ജവാന്മാർ ഏറെ ഉത്സാഹത്തോടു കൂടി ഇവിടെ എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിയിരിക്കുകയാണ്. ഇവിടെ എത്തുന്ന മുഴുവൻ ആളുകൾക്കും തിളപ്പിച്ചാറ്റിയ വെള്ളം നൽകുന്നതിന് വേണ്ടി സന്നദ്ധരായിട്ടുള്ള മുഴുവൻ ജവാന്മാരെയും വളരെ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുകയാണ്. നഗരസഭാ കൗൺസിലർ എ. രൂപേഷ്, പനക്കീൽ രാമകൃഷ്ണൻ തുടങ്ങിയവരും മാതൃകാ പ്രവർത്തനത്തെ അനുമോദിച്ചു. നാട്ടിൽ നടക്കുന്ന വലിയൊരു കലോത്സവത്തിന് ഇന്ത്യയുടെ സൈനിക സംവിധാനത്തെ നയിക്കുന്ന പ്രിയപ്പെട്ട പയ്യന്നൂരിലെ ഏറ്റവും അഭിമാനകരമായ നേതൃത്വം നൽകുന്ന ഇന്ത്യയിലെ സൈനിക സംവിധാനത്തിൻ്റെ ഭാഗമായവർ ഈ കലോത്സവ നഗരിയിലേക്ക് വരുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും അതുപോലെ പൊതുജനങ്ങൾക്കുമായി ഇതുപോലുള്ള ഒരു കുടിവെള്ള സംവിധാനം ഒരുക്കിയിരിക്കുന്നത് അവർ ഈ കലാമേളയോട് കാണിക്കുന്ന ഏറ്റവും പ്രതിബദ്ധതയായിട്ട് ഇതിനെ നമുക്ക് തോന്നുന്നു. തീർച്ചയായും അവരുടെ ലീവിന് വന്ന സമയത്ത് ഇതുപോലുള്ള കൂട്ടായ്മ ഉണ്ടാക്കുകയും പയ്യന്നൂരിൻ്റെ ഇതുപോലുള്ള വിഷയങ്ങളിനകത്ത് ഇടപെടുകയൊക്കെ ചെയ്യുന്ന സാമൂഹ്യ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന ഇവരെ എത്ര കണ്ട് പ്രശംസിച്ചാലും മതിയാവില്ല. തീർച്ചയായും ഇനിയുള്ള 5 ദിവസങ്ങളിൽ ജാഗ്രതയോടെ നമ്മളെ രാജ്യത്തെ കാക്കൽ എങ്ങനെയാണോ അതുപോലെ ഇവിടെ വരുന്നവർക്കുള്ള സംരക്ഷണം നൽകുന്നതിന് വേണ്ടി അവരെ സഹായിക്കുന്നതിന് വേണ്ടി ഇവരിവിടെ ഉണ്ടാവും എന്നത് നമുക്കെല്ലാം സന്തോഷം നൽകുന്ന കാര്യമാണ്. എല്ലാവിധ ആശംസകളും അവരെ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. സെക്രട്ടറി സജിൻ കെ.വി., പ്രസിഡന്റ് സജിത്ത് കൂളപ്പുറം, അർജുൻ പയ്യന്നൂർ, സച്ചിൻ പയ്യന്നൂർ, ഷാജു കോറം, ഷിജു കാനായി, അശോകൻ ചൂരൽ, ബിജു അടാട്ട്, മനോജ് കണ്ണാടിപ്പറമ്പ്, ബ്രിജേഷ് കാറമേൽ, ഷസിൻ പയ്യന്നൂർ തുടങ്ങിയവരാണ് നേതൃത്വം നൽകി വരുന്നത്. കലോത്സവത്തിൻ്റെ സമാപന ദിവസം വരെ ഇവരുടെ സേവനം നഗരിയിൽ ലഭ്യമാകും. കഴിഞ്ഞ സെപ്റ്റംബർ മാസം കണ്ണൂർ, കാസർഗോഡ് ജില്ലയെ ഉൾപ്പെടുത്തി പയ്യന്നൂരിൽ നിന്നും 20 കിലോമീറ്റർ ചുറ്റളവിൽ താമസമുള്ള മുഴുവൻ സേനാവിഭാഗങ്ങളെയും സൈനികരെയും അഗ്നിവീരുകളെയും വിരമിച്ച 3 വർഷം തികയാത്ത പൂർവ്വ സൈനികരെയും ഉൾപ്പെടുത്തി പക്ഷേ ആദ്യമായിട്ടാണ് സോൾജിയേഴ്സ് ക്ലബ്ബ് രൂപീകരിച്ചത്. ദുരന്ത സമാനമായ സാഹചര്യങ്ങളിൽ ഒരു പൗരന് ചെയ്യാൻ കഴിയാത്ത പല മേഖലകളിലും ക്ലബ്ബ് അംഗങ്ങളുടെ സഹകരണം ഉറപ്പുവരുത്തുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. പയ്യന്നൂരിന്റെ ആരോഗ്യരംഗത്ത് പേരും പെരുമയും നേടിയ പയ്യന്നൂർ പ്രിയദർശിനി ഹോസ്പിറ്റലിൽ ഇപ്പോൾ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ അതിയ ചാർജ് എടുത്തിരിക്കുന്നു. കൂടാതെ വിവിധ വിഭാഗങ്ങളിൽ പ്രശസ്തരായ ഡോക്ടർ ഷെയ്ഖ് ജാനി ബാഷ, ഡോക്ടർ പ്രസൻ പ്രദീപ്, ഡോക്ടർ ശ്രുതി, ഡോക്ടർ കിരൺ വിനായക് EK, ഡോക്ടർ P.K. മുരളി, ഡോക്ടർ ഹരി രാജേന്ദ്രൻ, ഡോക്ടർ P.T. പത്മനാഭൻ, ഡോക്ടർ സുജേഷ് വിശ്വനാഥൻ, ഡോക്ടർ നിമിഷ നാരായണൻ, ഡോക്ടർ അമൽ മുഹമ്മദ്, ഡോക്ടർ ജെഫിൻ ജോർജ് തുടങ്ങിയ സ്ഥിരം ഡോക്ടർമാരും ഒപ്പം ഡോക്ടർ ശിവാനന്ദ പൈ, ഡോക്ടർ ഗുരുരാജ റാവു, ഡോക്ടർ ശ്രീജിത്ത് പത്മനാഭൻ, ഡോക്ടർ ഹൈദർ, ഡോക്ടർ സൻമാൻ, ഡോക്ടർ യോഗേഷ് ടി കമ്മത്ത്, ഡോക്ടർ ലാലി DC തുടങ്ങിയ പ്രഗത്ഭരായ സന്ദർശക ഡോക്ടർമാരും കൂടാതെ പ്രശസ്ത ജനറൽ സർജൻ ഡോക്ടർ B. ശിവപ്രസാദിന്റെ സേവനവും. ആരോഗ്യരംഗത്തെ ജനകീയ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ.